ബാലയുടെ എല്ലാ വിവാഹജീവിതവും നേരിട്ട് കണ്ട ആളാന്ന് പോയില്ല. ബാലക്കിട്ടൊരു പണിയാണ്. നമുക്കതൊന്നും പറയാൻ പറ്റില്ല. ഇവരുടെയൊക്കെ പരിപാടി എന്തോന്ന് നമ്മളിങ്ങനെ പറയും. ഇപ്പൊ ബാലയുടെ ഇത്രയും പ്രശ്നങ്ങൾ കണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളതെന്നു വെച്ചാൽ ഇപ്പം ആ കൊച്ചിനെ ഇവൻ സഹായിക്കുന്നവനല്ലേ, ഫിനാൻഷ്യലി സഹായിച്ച് ചിലപ്പോൾ ഒത്തിരി സഹായങ്ങളുണ്ടാവും ഇവനെ കൊണ്ട് ചിലപ്പോൾ. അപ്പോൾ അതിനിടയിൽ ഇവക്ക് ഇവനോട് വല്ല ആരാധനയോ വല്ലതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവളെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണ്. അവരോട് പറയുന്നത് എന്തോന്ന് നമുക്കറിയോ? ഇവരെല്ലാം മോശക്കാരെന്നല്ലേ അവൻ പറയുന്നത്. അമൃത മോശം, എലിസബത്ത് അതിലും മോശം. അപ്പോൾ നീ പെണ്ണ് വിശ്വസിക്കുമായിരിക്കും. മനസ്സിലായോ? അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ ഇപ്പം നമ്മൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്, നമ്മളെപ്പോഴും ആ ഫ്രണ്ടിനെ ആദ്യം വിശ്വസിക്കത്തുള്ളൂ. അവർ നല്ലപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സ്പോഷറും ഇല്ല. ഈ പെണ്ണിന് വേറൊരു മനുഷ്യനായിട്ടൊരു ബന്ധവും ഇല്ല. അപ്പോൾ അവൾ തീർച്ചയായിട്ടും ഇവനെ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അവൾ വിശ്വസിച്ചിട്ടൊക്കെ അറിയാൻ അവൾ കള്ളത്തരം പറയുകയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവൾ അത് വിശ്വസിച്ച് ജീവിക്കും. ഇപ്പോൾ നാളെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉള്ളത് തിരിഞ്ഞു പറഞ്ഞ് വന്നിട്ട് എന്തെങ്കിലും സംശയം തോന്നി തുടങ്ങിയാൽ അവർ തമ്മിൽ അടിയാവും. കാരണം പറ്റിച്ചെന്ന് തോന്നിയാൽ മാത്രമേ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. അല്ലെ ഒരു ജീവിതകാലം മൊത്തം പറ്റിക്കാൻ പറ്റുമോ ചില ആൾക്കാരെ? മനസ്സിലായോ? പറഞ്ഞാൽ മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്. അല്ലെ അവർക്ക് അതിനുള്ളൊരു തെളിവ് കിട്ടണം. ഇപ്പൊ യൂട്യൂബർ ബാലയല്ലേ, ഫാമിലി ബ്ലോഗർ ബാല. ആക്ടർ എന്നൊക്കെ മാറ്റിയിട്ട് ഫാമിലി അതിഥി തൊഴിലാളി, അതിഥി തൊഴിലാളി ഫാമിലി ബ്ലോഗർ ബാല. ഈ കേരളത്തിൽ വന്നിരുന്നോണ്ട് എന്തിനാണ് ഈ തമിഴ് ഫുഡൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത് എനിക്കറിയത്തില്ല. അവന്റെ നാട്ടിൽ ഇപ്പൊ ഇവിടെ പെണ്ണില്ല അവന്. നേരത്തെ അമൃതയും എലിസബത്തും ഒക്കെ മലയാളികളാണ്. അപ്പൊ അവിടെ നിൽക്കുന്നോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറയാം. ഇവനൊന്നും ഇപ്പൊ അവന് തമിഴ്നാട്ടിൽ പോയി നിൽക്കരുത്. ഇവൻ ആദ്യത്തെ കാര്യം ഞാൻ പറയാം, എന്തുകൊണ്ട് ബാല തമിഴ്നാട്ടിൽ ജീവിക്കാതെ കേരളത്തിൽ ജീവിക്കുന്നുള്ളതിനെ അന്വേഷിക്കണം. കാരണം ഇവൻ കോടികളുണ്ട്, അവിടെ പല പരിപാടികളൊക്കെ ഉണ്ട്. ഇത്രയും ഒരു എന്താ പറയണ്ടേ അക്രമവാസനയും ഒരുമാതിരി ക്രിമിനൽ മൈൻഡും ഒക്കെ ഉള്ള പോലത്തെ ഒരാളെ പോലെ തോന്നുന്നവനെ സംശയിക്കേണ്ടിയിരിക്കുന്ന അവൻ എന്തിനാണ് കേരളത്തിൽ നിൽക്കുന്നത്? എന്തോ കുഴപ്പമുണ്ട്. അല്ലെ ആരെങ്കിലും പോയി നിൽക്കുക, ഇങ്ങനെ വെറുതെ നിൽക്കുക, പണിയില്ല. ഇവിടെ നമ്മളിവിടെ ആൾക്കാർ എല്ലാവരും ലോകത്തിന്റെ ഏത് മൂലയ്ക്കുന്നതിന് മലയാളിയെ കാണാൻ പറ്റും. അവിടെ അവർ ജോലിക്ക് പോയേക്കുക. മനസ്സിലായില്ലേ? അല്ലല്ലോ അവർക്ക് അവിടെ ഒരു ബന്ധുണ്ടെന്ന് വിചാരിക്കുക. അവിടെ ബാംഗ്ലൂർ ഒരു പെണ്ണെ കെട്ടി, അവന് ബാംഗ്ലൂർ വീടുണ്ട്, അവനവിടെ പോയി താമസിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതും ബന്ധുവീട്ടിലല്ലേ നിൽക്കുന്നത്. ഇവിടെ ഓക്കെ, ഇതുവരെ എലിസബത്ത് ഉണ്ടാകുന്ന സ്ഥാനത്ത് വരെ നമുക്ക് ഓക്കെ. ഇപ്പം ഗൂഗിളിൽ കിട്ടുമ്പോൾ തിരിച്ചു പോകാൻ വേണമെങ്കിൽ ഇവന് ആരുമില്ല ഇവിടെ. എന്നിട്ടും അവൻ അവിടെ പോകാതെ ഇവിടെ തന്നെ നിൽക്കുക. അത് ശരിയല്ലല്ലോ. അല്ലെ എന്തിനും തൊഴിൽ വേണം ഇങ്ങനെ നിൽക്കണമെങ്കിൽ. എന്തിനും ഒരാൾ വന്ന് വെറുതെ ഒരു സ്റ്റേറ്റ് മാറി ജീവിക്കുന്നത്? അത് ഇത്രയും കൊല്ലം അതിനെ ഒന്നും ഒരു സംശയം തോന്നുന്നില്ല ആർക്ക്. ഇങ്ങനെ എടുത്ത വന്ന് നിൽക്കുമ്പോൾ എന്തോ സംശയമുണ്ട്. ഇവന് വേറെ വല്ല പരിപാടി ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക്, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ടോ? ശരിയല്ലേ? പിന്നെ ചാരിറ്റി എന്ന് പറഞ്ഞ പരിപാടി കാണിക്കുന്നുണ്ട്. അത് എല്ലാ പുള്ളികളും കാണിക്കുന്നു. ഇതുപോലത്തെ ടീമുകളെല്ലാം ചാരിറ്റി കാണിക്കും. മറ്റേ ഇവര് ഹാജി മസ്താനും ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ളവരെല്ലാവരും ഭയങ്കര ചാരിറ്റി. ഒരു ഗ്രാമമൊക്കെ ഏറ്റെടുത്തവർ, മനസ്സിലായല്ലേ? കോളനി മറ്റേ ഇതില്ലേ സ്ലമ്മൊക്കെ അവർ മെച്ചപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നവരവർ. അതുകൊണ്ട് ചാരിറ്റി കണ്ടോണ്ടൊന്നും ഒരുത്തനൊന്നും അങ്ങനൊന്നും നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ലടേ. ബാക്കിയൂടെ നോക്കണം. ബാക്കി എല്ലാം പ്രശ്നമാണ്. പിന്നെ അതിനിടയിൽ ഇത് മറയ്ക്കാൻ ഒരു ചാരിറ്റി പോലത്തെ പരിപാടി ചെയ്യുന്നവർ ചെയ്യാറുണ്ട്, നമുക്കറിയാം. ഒത്തിരി പേരുണ്ട് അങ്ങനെ. അതിനകത്ത് ഒരാളായിക്കൂടി ഇവൻ. ഇതൊക്കെ ഒരു ഇവൻ ഒരുപാട് മറകൾ സൃഷ്ടിക്കുന്ന. എന്തിനിങ്ങനത്തെ മറകൾ? എല്ലാം ഒരു സംശയമാണ്. മനസ്സിലായോ? ഒരിക്കലും ഇവിടെ നിൽക്കേണ്ട ആളല്ല ബാല. കേരളത്തിൽ നിൽക്കേണ്ട ഒരാവശ്യവും ബാലയ്ക്കില്ല. എല്ലാം എന്തിനും കാണിക്കണം. എന്തിനാ നിൽക്കുന്നതെന്ന് പറ. യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാനാണ്. യൂട്യൂബ് വീഡിയോ എവിടെ നിന്ന് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി കേരളത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുവൈറ്റിലാണ് യൂട്യൂബ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. മലയാളികളെ കണ്ടുകൊണ്ടിരുന്നത്. ഇവന് തമിഴന്മാർ കാണാനില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണോ? തമിഴന്മാർ ഇവനെ അറിയത്തില്ലേ? തമിഴർക്ക് ഇവനെ അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. തമിഴ്നാട്ടിലൊരു പട്ടിക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന ഈ അഭ്യാസം മൊത്തം കാണിച്ച് ഇവിടെ ടോളറൻസ് നമുക്ക് ഇച്ചിരി കൂടുതലാണ് മലയാളികൾക്ക്. ഇതേ പണി തമിഴ്നാട്ടിൽ കാണിച്ച് അവനെ വെട്ടിക്കൊല്ലും. മനസ്സിലായോ? ഇവിടെ ക്ഷമിച്ച് ആൾക്കാർ വിടുന്നോണ്ടായി നടക്കുന്ന ഇത്തിരി പണികൾ. പോട്ടെ, ഇതേപോലെ ഒരു പെങ്കൊച്ചിനെ തമിഴ്നാട്ടിൽ ഒരു പെണ്ണിനെ കെട്ടിയിട്ട് അവളെ ഇതുപോലെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ആംഗ്ലമാർ വന്ന് വിട്ടു ഇല്ലേ? ഇവിടെ ആയതുകൊണ്ടല്ലേ എലിസബത്തിന്റെ ആംഗ്ലമാർ അങ്ങനത്തെ ആൾക്കാരല്ലാത്തതുകൊണ്ടല്ലേ. അല്ലെ മറ്റേ വണ്ടിയെ സുമോ ടാറ്റ സുമോലൊക്കെ വന്ന് ഓടിച്ചിട്ട് എന്തോ ചെയ്യും ബാല. അതുകൊണ്ടാണ് അവരോട് നിൽക്കുന്നത്. അതൊരു കാരണം. നമ്മൾ മലയാളികൾ കുറച്ചുകൂടെയൊക്കെ അഭ്യസ്തരും 100% ലിറ്ററസി സാർ അതെല്ലാം ഉള്ളത് കൊണ്ട് എന്ന് പോകുന്ന. അതില്ലാതെ കാണാൻ ഇവന് ആന്ധ്രയിലും പോകത്തില്ല, വേറെ എവിടെയും പോകത്തില്ല. ഇവൻ അവന് കുറച്ചുകൂടെ സൗകര്യം ബാംഗ്ലൂരാണ് ശരിക്കും പറഞ്ഞാൽ. അതെന്താ പോകത്തില്ല. അവിടെ ചെന്നാൽ ഈ പ്രശ്നമുണ്ട്. എന്തിനും ചെറിയ പ്രശ്നം ഉണ്ടാക്കി ആരായിരിക്കും വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനെ ചെയ്യത്തില്ല. അതുകൊണ്ട് ജീവിച്ചു പോവുക. ഇനി കുറച്ചുകൂടി കഴിഞ്ഞിപ്പോൾ നാട്ടുകാർ ഓടിലൊക്കെ ഇട്ട് അടിച്ച് ഓടിക്കുന്നതാണ്. ഇതുപോലത്തെ ഐറ്റങ്ങൾക്ക് അടിയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഒരുപാട് സമയം എടുക്കുന്നേ ഉള്ളൂ. ക്ഷമിച്ച് നെല്ലിപ്പല കാണുമ്പോൾ ചിലപ്പോൾ മലയാളികൾ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ പോയാൽ ചിലപ്പോൾ എവിടെയെങ്കിലും ചെന്ന് കയറിയിട്ടേ
സ്ഥിരമായിട്ട് അങ്ങനെ കയറി കഴിഞ്ഞാൽ ഒരു ദിവസം കിട്ടും. ഇതുപോലത്തെ ഉള്ളവർക്കല്ലേ അടി കിട്ടും, നല്ല ആർക്കാ കിട്ടുന്നത്. ഇപ്പൊ അജു ലക്ഷന് കേസ് കൊടുത്തെന്ന് ഒന്ന് കമന്റ് ഒക്കെ വന്ന് കാണും. ഇപ്പൊ അവനത് തന്നെ വേണമെന്ന്. ഏത് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന വലിയ കുറ്റമാ. എന്നെ പറ്റി ഇന്ന് വരെ പെമ്പിളാരെ പീഡിപ്പിച്ചത് ഞാൻ പറഞ്ഞു അല്ല, ഞാനല്ല, ആരും പറഞ്ഞിട്ടില്ല. അല്ലേല് ഈ പറഞ്ഞ പോലത്തെ ഒരു കംപ്ലൈന്റ് നമുക്കെതിരെ ഒന്നും ഇല്ല. കൊള്ളതെല്ലാം കള്ളത്തരങ്ങളും കള്ളപ്പരാതിയും കള്ളക്കേസും ഒക്കെയാണ് ഉള്ളത്. എന്തെല്ലാം കഷ്ടപ്പെട്ട് എന്നെ ഇത്രയും കേസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെല്ലാം കൂടെ കൂടി അതെന്താ ആവശ്യമാണ്? പോലീസുകാർക്ക് എന്താവശ്യമായി എന്നെ ഇപ്പൊ ശരിയാക്കാൻ എന്തോ ഉള്ളത്? ഞാൻ വളരെ മര്യാദ ഒറ്റയ്ക്ക് ഇവിടെ സുഖമായിട്ട് ചോദിച്ചു പോവുക. അല്ലാതെ ആരുടെ നെഞ്ചത്തോടൊന്നും ഞാൻ കയറാൻ പോകുന്നത്. വീഡിയോ ഇടാറുണ്ട്, അതിവിടെ ന്യൂസ് നടക്കുമ്പോഴും എല്ലാത്തരം വീഡിയോ ഇടാറുണ്ട്. എനിക്ക് ഇൻട്രസ്റ്റ് ചില ഏരിയാസും ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പരിപാടിയും നമ്മുടെ ഇല്ല. ആൾക്കൂട്ടത്തിൽ പോലും കാണത്തില്ല. മാക്സിമം ലുലുമോൾ, സിനിമ തിയേറ്ററിലും പോകാറില്ല, ബാറിൽ പോകാറില്ല, അതുമില്ല, ഒന്നുമില്ല. ഈ വീഡിയോ ഇതിനകത്ത് ഇടയ്ക്കെങ്ങാണ്ട് ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ എന്നെ എന്തിനാണ് ഇത്രയും വലിയ കേസിലും ലോക്കപ്പിൽ നിർത്തി ഫോട്ടോ എടുത്ത് എന്തൊക്കെയാണ് ഇവർ നടത്തിയത്? അതൊന്നുമല്ല, അതിനകത്തൊക്കെ കുഴപ്പങ്ങളുണ്ട്. ഈ പറയുന്ന ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതല്ലാത്തെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വേറെ എന്തെല്ലാം ആൾക്കാരെ പറ്റി പറയുന്നു. ഇവിടെ എല്ലാവരെ പറ്റി എന്തോ നല്ലതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാല ഇവിടെ ഒന്ന് താമസിക്കുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ അടിയിൽ വരുന്ന കമന്റുകളൊക്കെ ആയിരിക്കും എന്തുകൊണ്ട് ചെകുത്താൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിരിക്കും. എൻ്റെ ഞാൻ ജനിച്ചത് വളർന്നത് എറണാകുളത്താണ്, അറിയോ? ഞാൻ ടോക്കച്ചിൽ നിന്നാണ് പഠിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരുവല്ലയ്ക്ക്, എൻ്റെ അപ്പൻ്റെ വീട് തിരുവല്ല, അമ്മയുടെ വീട് എറണാകുളം. ഞാൻ ജനിച്ചത് വളർന്നത് എറണാകുളത്താണ്. ഇപ്പോഴും ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധുക്കളുള്ള എറണാകുളത്താണ്. അല്ല ഞാൻ പിന്നെ ഇവിടെ വന്നത് എനിക്ക് ഈസിയാണ്. ഇവിടെ എൻ്റെ റിലേറ്റീവ്സ് മൊത്തം എറണാകുളത്താണ്. തിരുവല്ല എനിക്ക് റിലേറ്റീവ്സ് ഇല്ലായിരിക്കും. ആകെ ഒരു കസിൻ മാത്രമേ, കസിനും ഇല്ല, ഒരു ആൻറ്റി കണ്ടുണ്ട്. കൂടുതൽ പേര് ഇവിടെ എനിക്ക്. ഞാൻ സ്ഥിരമായിട്ട് അവധിക്ക് എറണാകുളത്ത് തന്നെയാണ്. നമ്മൾ എറണാകുളത്തിൻ്റെ എന്താ പറയണ്ടേ വേറൊരു ഭാഗം തന്നെയാണ്. ഒത്തിരി, അതായത് ഈ എവിടെ തൊട്ട് അങ്ങ് അത്താണി മുതൽ ഫോർട്ട് കൊച്ചി വരെ എനിക്ക് ബന്ധുക്കാരുണ്ട്. വൈപ്പിലും ഉണ്ട്. ഇവിടെ മുഴുവനും റിലേറ്റീവ്സ് ഉള്ള ഒരു ഫാമിലിയാണ്. ഒത്തിരി മെമ്പേഴ്സും ഉണ്ട്. ആ ഒരു വലിയ സംഭവമാണ്. ഞാൻ പിന്നെ ഇതിനകത്ത് കയറിയധികം എഴുതാറില്ല. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് ഓരോ കല്യാണങ്ങളും വീട്ടുകാരെ കാണാം, അങ്ങനെ ഓരോ കസിൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാം. എനിക്ക് 100% ഇവിടെ നിൽക്കാൻ റൈറ്റ്സ് ഉള്ളതാണ്. അവന് നിൽക്കാൻ റൈറ്റ്സ് ഇല്ലടേ. അങ്ങനെയില്ല, ഞാൻ പറയാം, ഇവൻ എവിടെ വേണമെങ്കിലും നിൽക്കാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആൾക്കാർക്ക് താമസിക്കാമല്ലോ. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഇതിന് ആൻസർ ഉണ്ട്. ഞാനിവിടെ എൻ്റെ കൂടെ കറങ്ങി നടക്കുന്നവർ പലരും എൻ്റെ കസിൻസും ഒക്കെയാണ്. അല്ലാതെ ഇവിടെ വന്നുണ്ടാക്കിയ ഫ്രണ്ട്സ് മാത്രമല്ല, ഫാമിലി ഫ്രണ്ട്സ് വേറെ ഉണ്ട്. അങ്ങനെ നല്ല കണക്റ്റഡാണ് ഇവിടെ എനിക്ക്. എൻ്റെ നാടിനേക്കാൾ കൂടുതൽ കണക്ഷൻ എനിക്ക് എറണാകുളത്ത് വന്നു.